ഞാൻ എൻ്റെ അഭിപ്രായം പറയട്ടെ. അല്ലേ നിങ്ങൾക്ക് മാത്രം എൻ്റെ പേര് പറയാൻ തിരിച്ചു കേട്ടപ്പോൾ നോക്കണം. ഒന്നിരിക്കണം. അപ്പൊ അന്ന് ചെയ്തതിന്റെ ക്രെഡിറ്റ് CPM-ന് കിട്ടുക, LDF-ന് കിട്ടുകയും വേണം. ഇന്ന് ചെയ്യാത്തതിന്റെ പേര് ദോഷം BJP-യുടെ കൗൺസിലർ, അവിടെ ജയിച്ച കൗൺസിലർ അനുഭവിക്കുകയും വേണം. ഇത് അനുവദിച്ചപ്പോൾ LDF കൗൺസിലർ ആയിരുന്നു, ഇംപ്ലിമെന്റേഷൻ സമയത്ത് BJP കൗൺസിലറാണ്. ഇതാണ് ഇതിന്റെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞിട്ടുള്ളത്. സർ, മരാമത്തുകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പാസ്സാക്കിയ 1 മുതൽ 26 വരെയുള്ള അജണ്ടകൾ, അതിൽ 14 കഴിഞ്ഞ അജണ്ടയിൽ വന്നതാണ്. അതൊഴിച്ച് ബാക്കി 25 അജണ്ടകൾ പാസ്സാക്കുവാണ് കൗൺസിൽ മുമ്പാകെ. നോക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും അത് മിക്കവാറും 8ാമത്തെ അജണ്ടയിൽ അത് നേരത്തെ ഉണ്ടായിരുന്ന ഇലക്ഷൻ മുമ്പ് നടത്തിയൊരു വിഷയമാണ് വന്നിരിക്കുന്നത്. അതിനുശേഷം അത് പ്രാവർത്തികമായും ആ അജണ്ട ഇതിനകത്ത് വന്നിട്ടില്ല. 25 ലക്ഷം രൂപ ചെലവ് എഞ്ചിനീയറിംഗ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നേരത്തെ നമ്മുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് റാമ്പുകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി അപ്പം ഇങ്ങനെ കുറേ അവ്യക്തതായ പല അജണ്ടകളിലുമുണ്ട്. അതോടൊപ്പം തന്നെ 13ാമത്തെ അജണ്ട 31 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് പുതുതായിട്ട് മലയാള സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക്, തീർച്ചയായിട്ടും ഹോസ്പിറ്റലിലേക്ക് വേണം. പക്ഷേ ഇത് പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തുവാൻ അടുത്ത നഗരസഭയുടെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി പ്ലാൻ ഫണ്ടിൽ അവർക്ക് വെച്ച് വരുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ഓൺ ഫണ്ട് അത്ര ലക്ഷങ്ങൾ രൂപ ചെലവാക്കുന്നത് ഈ ഒരു 8 മാസത്തേക്ക് ആവശ്യമില്ല എന്നതാണ്. അപ്പൊ അത് പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. അതൊക്കെ നമ്മുടെ 12ാമത്തെ അജണ്ട തിരുവനന്തപുരം നഗരസഭ വെള്ളാം വാർഡിലെ വിവിധ റോഡുകളുടെ കുഴി അടയ്ക്കുന്നത്. എന്താണ് ഉദ്ദേശം മനസ്സിലായില്ലേ? റോഡുകളെല്ലാം കുഴി എന്നുള്ളതാണോ, അത് ബാക്കി എല്ലാ വാർഡുകളും ഈ കുഴി അടയ്ക്കാൻ പ്രത്യേകം പണമുണ്ടോ, അത് സൂചിപ്പിച്ചാൽ കൊള്ളാം. കുഴി അടയ്ക്കാനൊക്കെ പൈസ കൊടുക്കുമ്പോൾ അതും പ്ലാൻ ഫണ്ടുകളിൽ നിന്ന് കുഴി അടപ്പിച്ചാൽ കൊള്ളാമായിരിക്കും. ബാക്കി പ്രശ്നമൊക്കെ രവികുമാർ പറഞ്ഞത്. പക്ഷെ അതൊരു 6 മാസം മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഇതൊക്കെ നടന്നു പോയേനെ. കാരണം അല്ല, ഞാനിത് സൂചിപ്പിക്കുക ഞാൻ എൻ്റെ അഭിപ്രായം പറയട്ടെ. അല്ലേ നിങ്ങൾക്ക് മാത്രം എൻ്റെ പേര് പറയാൻ തിരിച്ചു കേട്ടപ്പോൾ നോക്കണം. ഒന്നിരിക്കണം. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ഞാനീ പറയുന്നത് ഇതെല്ലാം പാസ്സാക്കിയത്, ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം പാസ്സാക്കിയിരിക്കുന്നത് 30/10/2025. ഇത് ആരുടെ ഭരണസമിതിയായിരുന്നു? ഈ പറഞ്ഞ വെള്ളാർ വാർഡിൽ അന്ന് കൗൺസിലർ ആരായിരുന്നു? അന്നത്തെ കൗൺസിലർ അവിടെ അടിയന്തര സാഹചര്യം മനസ്സിലാക്കി. മാത്രമല്ല, കഴിഞ്ഞ 4 വർഷവും വളരെ അഭിമാനപൂർവ്വം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പദ്ധതിയായിരുന്നു പോർട്ട് ഹോം ഫില്ലിംഗ്, അല്ലേ? റോഡിന്റെ കുഴിയടയ്ക്കൽ പദ്ധതി വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഭരണസമിതി. പക്ഷെ നമുക്ക് പലപ്പോഴും കിട്ടിയിട്ടില്ല. കിട്ടാതെ പ്രഖ്യാപനത്തിൽ വളരെ ഭംഗിയായിട്ട് പറയുകയും ചില വാർഡുകളിൽ നൽകപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ഇത്. അപ്പൊ ഈ പദ്ധതി അവതരിപ്പിച്ചത് കഴിഞ്ഞ ഭരണസമിതി, 45 വർഷം ഭരിച്ചിരുന്ന ഭരണസമിതിയുടെ തുടർച്ചയായിട്ട് വന്ന ഭരണസമിതി പറയുകയും, ആ വെള്ളാർ വാർഡിൽ അന്ന് നമ്മളെല്ലാവരും അറിയുന്നത് അത് CPM കൗൺസിലറാണ് അവിടെ ജയിച്ചതെന്നാണ്. LDF-ന്റെ കൗൺസിലർ അവിടുത്തെ അടിയന്തര സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് അത് ചെയ്തു, അത് പാസ്സാക്കി, മരാമത്ത് കമ്മിറ്റി പാസ്സാക്കി. അതിനുശേഷം കൗൺസിൽ യോഗം ഉണ്ടായിരുന്നു, പക്ഷേ കൗൺസിൽ യോഗം ഇല്ലായിരുന്നു. നവംബർ മാസം 10-ാം തീയതിയാണ് നമ്മുടെയൊക്കെ ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത്. അതിന് തൊട്ട് മുമ്പായിട്ടുള്ള മരാമത്ത് കമ്മിറ്റി പാസ്സാക്കിയിട്ട് അത് കൗൺസിലിലേക്ക് വിടുകയാണ് ചെയ്തത്. അപ്പൊ ഇപ്പോ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ അന്നത്തെ കൗൺസിലർ പറയും ഞാനായിട്ട് പാസ്സാക്കി, ഇന്നത്തെ കൗൺസിലർ അത് ചെയ്യാൻ പറ്റാതെ മാറ്റി വയ്ക്കുമ്പോൾ പറയും ഇന്നത്തെ കൗൺസിലർ വന്നപ്പോൾ ഇത് നടന്നില്ല എന്ന്. അപ്പൊ അന്ന് ചെയ്തതിന്റെ ക്രെഡിറ്റ് CPM-ന് കിട്ടുക, LDF-ന് കിട്ടുകയും വേണം. ഇന്ന് ചെയ്യാത്തതിന്റെ പേര് ദോഷം BJP-യുടെ കൗൺസിലർ, അവിടെ ജയിച്ച കൗൺസിലർ അനുഭവിക്കുകയും വേണം. ഇതാണോ നാടിന്റെ വികസനത്തിനുള്ള കാഴ്ചപ്പാട്? ഇത്തരത്തിലാണോ നാടിന്റെ വികസനം നിങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? പ്ലാൻ ഫണ്ടും ഓൺ ഫണ്ടിനെ കുറിച്ചിട്ടുള്ള ചിന്തകളൊക്കെ ഇപ്പോൾ ഉണ്ടാകുമ്പോൾ, ഇതൊക്കെ കഴിഞ്ഞ 5 വർഷം ആരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. അജണ്ടകള് 2-3 വർഷം കഴിഞ്ഞിട്ടാണ് മുൻകൂർ അനുമതി, മേയർ കൊടുത്ത മുൻകൂർ അനുമതി കൗൺസിലിലേക്ക് വരുന്നത്. അപ്പൊ ഇത് പറയുമ്പോൾ കേൾക്കുമ്പോൾ കൊള്ളാം, തിയറിറ്റിക്കലി കൊള്ളാം, പ്രാക്ടിക്കലി ഒട്ടും പ്രായോഗികം അല്ലാത്തൊരു അഭിപ്രായമാണ് ശ്രീമതി രാഖി രവികുമാർ ഇവിടെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് ഇത് മറ്റെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞിട്ട് ഇന്നിപ്പോൾ വാർഡിൽ അനുവദിച്ച് അതിൻ്റെ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജ് എത്തുമ്പോൾ തടസ്സപ്പെടുത്തുകയും, അത് നടപ്പിലാവുന്ന സമയത്ത് അതിന് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ പ്രശ്നമില്ല,
അതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോൾ പ്രശ്നമില്ല. ഇംപ്ലിമെന്റേഷൻ സമയത്ത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി അവിടെ ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ചു പോയി, അപ്പോൾ അത് തടസ്സപ്പെടുത്തുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിന്റെ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. അങ്ങനെ അത് ചെയ്യുന്നത് ഒരു ശരിയായിട്ടുള്ള രീതിയല്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിന് ഈ പറഞ്ഞു ഹോസ്പിറ്റലിന്റെ കാര്യം പറഞ്ഞു, വലിയതുറ തീരദേശ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ കാര്യം പറഞ്ഞു, കെട്ടിടത്തിന്റെ ചോർച്ച പരിഹരിക്കുന്നതിനാണ് വച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറയുകയാണ് ആ പ്ലാൻ ഫണ്ട് വരട്ടെ, മാർച്ച് മാസം കഴിയട്ടെ, പ്രോജക്റ്റ് ആക്കട്ടെ, അതിന്റെ ടെൻഡർ നടക്കട്ടെ എന്ന് പറഞ്ഞു വെക്കണമോ, അതാ ഹോസ്പിറ്റൽ പോലെ അടിയന്തരമായിട്ട് ഇത്രയേറെ രോഗികൾ, അതും വലിയതുറ പോലെയുള്ള ഒരു തീരദേശ പ്രദേശത്ത് വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെത്തുന്ന ആ സ്ഥലത്ത് ആ പ്രവൃത്തി നടത്തുന്നതിന് വേണ്ടിയിട്ട് മരാമത്ത് കമ്മിറ്റി അവരും ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി ചെയ്തു എന്നാണല്ലോ നിങ്ങൾ അവകാശപ്പെടുന്നത്. വളരെയേറെ ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി എന്ന് പറയുന്നതിൽ ഒരെണ്ണം ഈ 31,05,000 രൂപയുടെ ആയിരിക്കുമല്ലോ. അപ്പൊ അന്ന് അത് അനുവദിക്കുമ്പോൾ കുഴപ്പമില്ല. പ്ലാൻ ഫണ്ടാണോ, ഓൺ ഫണ്ടാണോ, അല്ലെങ്കിൽ തീരദേശത്തെ ചോർച്ചയാണോ, ഇതൊന്നും നിങ്ങൾ ചിന്തിക്കാതിരിക്കുകയും ഇത് പറയിപ്പിക്കുന്നതാണ്. ഇതിൽ ആർക്കും വിഷമം തോന്നരുത്. വ്യക്തിപരമായിട്ട് താങ്കളുടെ പേര് പറഞ്ഞത് താങ്കളുടെ ആ അഭിപ്രായം ഉന്നയിച്ചുകൊണ്ടാണ്. എൻ്റെ അഭിപ്രായം ഞാൻ കഴിഞ്ഞ കൗൺസിലിൽ രേഖപ്പെടുത്തിയപ്പോൾ താങ്കളും അടുത്ത തവണ എഴുന്നേറ്റ് നിന്ന് എൻ്റെ പേര് ഉന്നയിച്ചാണ് പറഞ്ഞത്. ഞാൻ നിശബ്ദമായി കേട്ടുകൊണ്ടിരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് പറയുമ്പോൾ ഇത്തരത്തിലുള്ള പ്രവണതകൾ ബഹുമാനപ്പെട്ട മേയർ അനുവദിക്കാൻ പാടില്ല. കാരണം ഇത് പ്ലാൻ ഫണ്ടിന്റെയോ ഓൺ ഫണ്ടിന്റെയോ കൺസേൺ ഒന്നുമല്ല. ഇത് അനുവദിച്ചപ്പോൾ LDF കൗൺസിലർ ആയിരുന്നു, ഇംപ്ലിമെന്റേഷൻ സമയത്ത് BJP കൗൺസിലറാണ്. ഇതാണ് ഇതിന്റെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാലുള്ളത്. അപ്പൊ അനുവദിക്കുമ്പോൾ വേണം, നടപ്പിലാക്കുന്ന സമയത്ത് വേണ്ട എന്നുള്ളത് വേണ്ട. ഇത് ഒരു കാരണവശാലും ഇത്തരം അജണ്ടകൾ ഇനി ഏത് വാർഡിലായാലും ശരി തന്നെ അടിയന്തര പ്രാധാന്യമുള്ളതാണെങ്കിൽ ഓൺ ഫണ്ടിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കണം. ഓൺ ഫണ്ട് വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ ചിന്തിക്കണം. ഓൺ ഫണ്ട് വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ ചിന്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇതിനെ പ്ലാൻ ഫണ്ടിലേക്ക് ഇതിപ്പോ അനുവദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സാധ്യതയിൽ, അല്ലെങ്കിൽ ഓൺ ഫണ്ടിൽ അനുവദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സാധ്യത ഉപയോഗിച്ചുകൊണ്ട് വരുന്ന പ്ലാൻ ഫണ്ടിൽ ഇതിനെ എന്തെങ്കിലും ഉൾപ്പെടുത്താനുള്ള മാർഗം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അല്ലാതെ അനുവദിക്കാതിരിക്കരുത്. ഈ തീരദേശ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ LDFന്റെ കൗൺസിലർ എതിർത്തിട്ടുണ്ടെങ്കിലും അത് അനുവദിക്കുക തന്നെ വേണം. അത് അനുവദിച്ചുകൊണ്ട് അത് അടിയന്തരമായിട്ട് നടപ്പിലാക്കാനുള്ള നടപടികളിലേക്ക് നമ്മൾ പോകണമെന്നാണ് എനിക്ക് കൗൺസിലിന് മുമ്പാകെ പറയാനുള്ളത്. ശീലം കീഴ് വരുത്തി വരിക. ഞാൻ ഈ അജണ്ടകളിൽ ഏതെങ്കിലും എതിർത്തോ, ഏതെങ്കിലും വേണ്ട എന്ന് പറഞ്ഞു? വ്യക്തത വരുത്തണം. പ്ലാൻ ഫണ്ടാണോ ഓൺ ഫണ്ടാണോ എന്ന് ദയവായി അജണ്ടകൾ അടിച്ചു വരുമ്പോൾ അതൊന്ന് വ്യക്തത വരുത്തണം. അതുപോലെ തന്നെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന തുകകൾ പ്ലാൻ ഫണ്ടിൽ തന്നെ ഉൾപ്പെടുത്തി വരുത്തണം. അല്ലാതെ ഇത് നടത്തണമെന്ന് ഒരിടത്തും പറഞ്ഞില്ല. പക്ഷെ ഇനി ഭയങ്കരമായി കവല പ്രസംഗം നടത്തുന്നതാണ് ഇപ്പൊ കൗൺസിൽ യോഗത്തിൽ വന്നത്. അത് പ്രത്യേകിച്ച് ഞാൻ അവതരിപ്പിക്കുന്ന വിഷയങ്ങളിൽ എനിക്കാണ് സോഷ്യൽ മീഡിയയിലെ ട്രോളുകളോ പലതൊക്കെയാണ് ലക്ഷ്യമെങ്കിൽ അത് കൈവച്ചിരിക്കുക. ഞാൻ സോഷ്യൽ മീഡിയ ആശ്രയിച്ച് ജീവിക്കുന്ന ആളല്ല. ഞാൻ നന്നായി പ്രവർത്തിച്ച് എന്റെ വാർത്തകളിൽ പ്രവർത്തിച്ച് തന്നെ ഒരു പ്രാവശ്യം ഈ വാഴി മത്സരിച്ച് അടുത്ത വാർഡിൽ പോയി അവിടെ തൊഴിച്ചുപോയി അപ്പുറത്തോട്ട് പോയി ഞാൻ മത്സരിക്കാറില്ല. ഞാൻ ഈ 4 തവണയും എന്റെ അവിടുത്തെ ജനപ്രതിനിധിയായിട്ടുണ്ടെങ്കിൽ അവിടെ വികസന ക്ഷേമ പ്രവർത്തനം നടത്തിയ ആളായിട്ടാണ്. എനിക്ക് ട്രോളിലൂടെ വലുതാണ്. പക്ഷെ ട്രോളാണ് ലക്ഷ്യമെങ്കിൽ ഞാൻ വളരെ വ്യക്തമായി സൂചിപ്പിച്ചു. ഈ പറഞ്ഞ അജണ്ടകളിൽ വളരെ വ്യക്തത വരുത്തണം. നിങ്ങൾ പ്ലാൻ ഫണ്ട് ചെലവാക്കുന്നത് വേണം, ഓൺ ഫണ്ട് ആണോ ചെലവാക്കുന്നത് അത് വേണം. ഇതിനകത്ത് ഓരോ അജണ്ടയെ സൂചിപ്പിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ നടത്തിയ പ്രവൃത്തികളല്ല, എസ്റ്റിമേറ്റ് എടുക്കുന്നതിനെ കുറിച്ചാണ്. എസ്റ്റിമേറ്റിനുള്ള അനുമതിയാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായും എസ്റ്റിമേറ്റ് അനുമതി കൊടുക്കുന്ന കാര്യം തടസ്സം പറഞ്ഞോ? എസ്റ്റിമേറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ഏത് ഫണ്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് കൂടെ വ്യക്തമാക്കി കൊടുക്കണം എന്നല്ലേ സൂചിപ്പിച്ചുള്ളൂ. അതുകൊണ്ട് ഗിരി പറഞ്ഞതും പറയാത്തതും കഴിഞ്ഞ കൗൺസിലുകളിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞത് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ കഴിഞ്ഞത് പറയാതെ പോകാൻ പറ്റില്ല, അങ്ങനെ വേണ്ടി പറയുന്നതാണെങ്കിൽ ഒരുപാട് കാര്യം പറയണം. ഞങ്ങൾ ഒരു 2-3 ദിവസം മുമ്പ് ഒരുപാട് പ്രതീക്ഷിച്ചൊക്കെയാണ് ഇരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞതൊന്നും പ്രവർത്തിച്ചതല്ല, വാക്കൊന്നും പ്രവൃത്തി രണ്ടുമായി നടത്തുകയാണ്. ഇവിടെ ഉദ്യോഗസ്ഥരെ സ്ഥലമാക്കിയില്ലേ? ആരെങ്കിലും പറഞ്ഞിട്ടാണോ? ഇവിടെ എന്താ നടത്തിയത്? നിങ്ങൾ ഇവിടെ തലേദിവസം പോയി പ്രസംഗം നടത്തുന്നു, നാളെ ഒറ്റ ഉദ്യോഗസ്ഥരെ എല്ലാവരും ജോലി ചെയ്യണം, കൃത്യമായി അവരുടെ സീറ്റിൽ നിന്ന് 10 കൊണ്ട് 5 വരെ ജോലി ചെയ്യണം, ജോലി ചെയ്യുന്നവരെ ഞങ്ങൾ സംരക്ഷിക്കും, അഴിമറിക്കും. ഞങ്ങളെല്ലാം വികാരത്തോടെ കേട്ടിരുന്നു. വളരെ നല്ല കാര്യം. ജീവനക്കാർ പണിയെടുക്കേണ്ടവരാണ്.
പക്ഷെ അടുത്ത ദിവസം വരുന്ന വാർത്തയോ മര്യാദയ്ക്ക് മാന്യമായി പ്രവർത്തിക്കുന്ന ഒരു വനിതയെ, റവന്യൂ ഓഫീസറായിട്ടുള്ള വനിതയെ, അവർക്ക് ഹൈക്കോടതിയിൽ നിന്നുള്ള ചോദ്യത്തിന് മറുപടിയായി അന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് കോടതിക്ക് കയറുന്നതിന് മുമ്പ് കൊടുക്കേണ്ട മറുപടിയായി തലഞ്ഞും വിലയും ഇവിടെ ഞങ്ങൾ മുതലായ ബോർഡുകൾ വെക്കുന്നവരാണ്. പക്ഷെ ഒരു യാത്രാ തടസ്സം നടത്തുന്ന ആരും ബോർഡ് വെച്ചിട്ടില്ല, ആർക്കും ഒരു മാതൃതടസ്സം ഉണ്ടാക്കിയില്ല. ഇവിടെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു, അവർക്ക് മറ്റുള്ള ഭാഗങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു. സ്വാഭാവികമായി ഹൈക്കോടതി ചോദിച്ചപ്പോൾ മറുപടി കൊടുക്കേണ്ട ഉദ്യോഗസ്ഥ മറുപടി കൊടുത്തു, പിഴ ഈടാക്കാനായി ഞങ്ങൾ നോട്ടീസ് കൊടുത്തു എന്ന്. അടുത്ത ദിവസം കിട്ടുന്ന വാർത്തയോ ഈ പറയുന്നതൊന്നും പ്രവൃത്തി രണ്ടുമാകണം. ഞാൻ ഇവിടെ പറഞ്ഞത് ഈ വിഷയങ്ങളൊന്നും സൂചിപ്പിച്ചില്ല. ഞാൻ ഒരു സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയല്ല സംസാരിച്ചത്. ഞാൻ വളരെ വ്യക്തമായി ഒന്നുമില്ലെങ്കിൽ പോലും ഞങ്ങൾ കുറെ നാളോട് പ്രവർത്തിക്കുകയാണ്. മരാമത്ത് ചെയർമാനോട് സൂചിപ്പിച്ചു, ചെയർമാനെ വരുന്ന അജണ്ടകളിൽ കൃത്യത പാലിക്കണം. പ്ലാൻ ഫണ്ടാണോ ഓൺ ഫണ്ടാണോ എന്ന് പറയണം. അതല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഈ ഒരുപാട് വാർത്ത വായിക്കാനാണെങ്കിൽ വാർത്തകൾ വായിക്കാൻ ഞങ്ങൾക്കും ഉണ്ട്, ഒരുപാട് പറയാൻ ഞങ്ങൾക്കും ഉണ്ട്. ഇവിടെ പറയാനാണ് ഗവർണൻസ് നടത്താനാണ് ഈ രീതിയിൽ അവതരിക്കുന്നതിൽ ഞങ്ങൾക്ക് തുടക്കം മുതൽ പറയേണ്ടത്. ഓരോ